ബ്രോ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒരു കാര്യങ്ങൾ പഠിക്കുവാണെങ്കിൽ അത് മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിലും നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് മറ്റുള്ളവരോട് പറഞ്ഞാൽ ചിലപ്പം നടക്കും. കാര്യം 2-3 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ബ്രോ ഇത് എനിക്ക് നടന്ന സംഭവമാണ്, ബ്രോയിന് വേണമെങ്കിൽ പറയണമെങ്കിൽ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രോയുടെ രീതിയിൽ പറയാം. ഹായ് ഫ്രണ്ട്സ്, അബീസുക്കിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യണ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ എന്നെ തന്നെ കുറച്ച് ഡൗൺ ആയിട്ടാണ് ആ വീഡിയോയിൽ സംസാരിച്ചതെന്നുള്ള രീതിയിൽ എൻ്റെ ഫോളോവേഴ്സ് ഒത്തിരി പേര് പറഞ്ഞു, ബ്രോ എന്തിനാണ് ടെൻഷൻ അടിക്കണം, ബ്രോന് ഒന്നും അല്ലെങ്കിലും ഒരു 65,000 ഫോളോവേഴ്സ് കിട്ടിയില്ലെന്നും പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ ഒരു 6 മാസത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോയും എനിക്ക് ഏകദേശം ഒരു 1000-ന് മേളിൽ ലൈക്കും 246 കമൻറ്റും ആ വീഡിയോയുടെ അടിയിൽ വന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാര്യം ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം എനിക്ക് മനസ്സിലായി ഈ 65,000 ഫോളോവേഴ്സ് എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. കാര്യം അവർ തന്നെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര വലുതാണ്. കാര്യം ഞാൻ ഇന്നിപ്പോൾ ഉള്ള സ്പെയിനിലാണ്. ഞാൻ മിനിഞ്ഞാന്ന് പോർച്ചുഗലായിരുന്നു. ഒരു പൊങ്ങച്ചം പോലെ പറയണല്ല, ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതുപോലെ ഷെങ്കൻ വിസ എടുത്തിട്ടില്ല, എനിക്ക് ഷെങ്കൻ വിസ എടുക്കണം, എനിക്ക് യാത്ര ചെയ്യണമെന്ന്. ആ വീഡിയോ കണ്ടിട്ട് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. കാര്യം ഇതിനു മുമ്പ് എൻ്റെ ഒരു ബ്രദറിന് ഷെങ്കൻ വിസ എടുത്തു തരാമെന്ന് പറഞ്ഞ ഒരു ടീം തന്നിട്ട് അത് റിജക്റ്റ് ആയിപ്പോയായിരുന്നു. പിന്നെ എനിക്ക് അവർക്ക് കൊടുക്കാനൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലൈവേഡ് എന്നുള്ള എൻ്റെ അടുത്ത് ആസിഫിനെ വിളിച്ചിട്ട് ഇതുപോലെ ഐക്യ അവാർഡ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആസിഫിൻ്റെ അടുത്തിരുന്ന് പറഞ്ഞു, അബീസ് ബ്രോന് ഞാൻ ഷെങ്കൻ വിസ എടുത്ത് തരുമെന്ന് പറഞ്ഞു. ആസിഫ് പറഞ്ഞു, എനിക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും വേണ്ട, പക്ഷേ ഞങ്ങളുടെ സർവീസ് ഓക്കെയാണ്, ബ്രോന് ഷെങ്കൻ വിസ കിട്ടുവാണെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ ബ്രോ പറയണമെന്ന് പറഞ്ഞു. കാര്യം എൻ്റെ വീഡിയോ ആസിഫ് ഒത്തിരി കാണുകയെന്ന് പറഞ്ഞു. അങ്ങനെ ആസിഫ് എനിക്ക് ഷെങ്കൻ വിസ എടുത്തു തന്നു. ആസിഫ് തന്നെയാണ് അസ്ലം എനിക്ക് ഷെങ്കൻ വിസ എടുത്തു തന്നു, ഫ്ലൈബേഡ്സിൻ്റെ അസ്ലം. അപ്പം നിങ്ങൾക്കും ഷെങ്കൻ വിസ എടുക്കണമെങ്കിൽ ഞാൻ ആ നമ്പർ പറഞ്ഞുതരാം. ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് കഴിഞ്ഞു, ബ്രോ പേഴ്സണലി ഓക്കെ അല്ലേ. പിന്നെ അതുപോലെ ഇന്ന് ഈ ട്രിപ്പ് ഞാൻ ഇറങ്ങുമ്പം ഞാൻ മാഞ്ചസ്റ്റർ എയർപോർട്ടിലായിരുന്നു. മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ ഇറങ്ങുമ്പം ആ ട്രിപ്പിന് പോണ ദിവസം രാവിലെ എൻ്റെ വൈഫ് എനിക്കൊരു ഷൂ മേടിച്ചു തന്നു, ആമസോണിൽ നിന്ന് മേടിച്ചു തന്നു. ഞാൻ ആ ഷൂ ഇട്ടുകൊണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ആ ഷൂ 8 ഇഞ്ചാണ്, അത് ടൈറ്റായിട്ട് ഞാനിത് എന്ത് ചെയ്യും പഠിച്ചോനെ, ഞാനിനി 6 ദിവസം ഈ ഷൂ ഇട്ടുകൊണ്ട് പോർച്ചുഗൽ സ്പെയിനിൽ കൂടെ നടക്കണമെന്ന് ഞാൻ ഇങ്ങനെ നടന്നു വന്നപ്പോൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിൻ്റെ അകത്ത് പണിയെടുക്കണം. ഞാൻ ആ സ്ഥലം കറക്റ്റായിട്ട് പറയണില്ല, കാര്യം അതൊരു മിസ്യൂസ് ആവണ്ടല്ലോ. എയർപോർട്ടിൻ്റെ അകത്ത് പണിയെടുക്കണം. എന്നെ കണ്ടപ്പോൾ തന്നെ അബീസ് ബ്രോ അല്ലേ, ഞാൻ ബ്രോൻ്റെ വീഡിയോസ് കാണാറുണ്ട്. അപ്പം ഞാൻ കുറച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ഒത്തിരി ഇങ്ങനെ ചോദിക്കേണ്ട ആദ്യമായിട്ട് കാണുന്ന ഒരാളോട് ചോദിക്കാൻ പാടില്ലല്ലോ. പിന്നെ എൻ്റെ അവസ്ഥ കുറച്ച് മോശമായിട്ട് ഞാൻ നൈസായിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, കുഴപ്പമില്ല ബ്രോ, ആ ഷൂ എനിക്ക് തന്നേക്കാം. എന്നിട്ട് ഞാനൊരു ബാത്റൂം ചെപ്പലിട്ടുകൊണ്ടാണ് വന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഇപ്പം എൻ്റെ ഇപ്പോൾ ഉള്ള ഗോപിയുടെ ഫ്രണ്ട്, നാളെ ഞങ്ങൾ അവൻ്റെ വീട്ടിലാണ്, അവനക്കൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്യാനും പിന്നെ അവൻ്റെ വീട്ടിലത്തെ ഫുഡും കാര്യങ്ങളും, പിന്നെ സ്പെയിനിലെത്തി കഴിഞ്ഞപ്പോഴാണെങ്കിലും എനിക്ക് ഇൻസ്റ്റയിൽ ഞാനൊരു സ്റ്റോറി ഇട്ടപ്പോൾ, ബ്രോ ഞങ്ങളിതിന് ഒരാഴ്ച മുമ്പ് പോർച്ചുഗൽ പോയതാണെന്നും പറഞ്ഞ് രാഹുൽ എന്ന് പറഞ്ഞ ഫ്രണ്ട് മെസ്സേജ് അയച്ചു, ബ്രോ ഇന്ന സ്ഥലത്ത് പോകണം, ഇതാണ് ട്രഡീഷണൽ ഫുഡ്. ഇതെല്ലാം എനിക്ക് ഫോളോവേഴ്സ് എൻ്റെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പം എനിക്ക് ഇത്രേ ഉള്ളൂ പറയാനുള്ളത്. കാര്യം എനിക്ക് മനസ്സിലായി അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. കാര്യം ഇത്രയും പേര് നമ്മളോട് വിളിച്ചിട്ട് ഓക്കെ ആണോ എന്ന് ചോദിക്കണതിന് ഒരു അനുഗ്രഹമാണെന്നാണ് ഞാൻ കൺസിഡർ ചെയ്യണം. കാര്യം അത് ചോദിക്കാനില്ലാത്തവർക്ക് അറിയാം അതിൻ്റെ പെയിൻ. പക്ഷേ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇനി ഒരു ട്രാവൽ വീഡിയോ ചെയ്യാനാണ് ഇനി ആഗ്രഹിക്കുന്നത്. കാര്യം UK പല ഇൻഫർമേഷൻ ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്. കാര്യം ഈ ചാനൽ തുടങ്ങുമ്പോൾ ട്രാവൽ വ്ളോഗ് എന്നും പറഞ്ഞുള്ള രീതിയിലാണ് തുടങ്ങിയത്. പിന്നെ ഇടയ്ക്ക് വെച്ച് എങ്ങനെയോ അതൊരു ഇൻഫർമേഷൻ ചാനലായിപ്പോയി. അപ്പോൾ ഞാൻ ഇനി എന്നും പറഞ്ഞ് ഇൻഫർമേഷൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇൻഫർമേഷൻ ഇടൂല എന്നല്ല, പക്ഷേ ട്രാവൽ മാക്സിമം ഇട്ടിട്ട് ഇൻഫർമേഷൻ ഒരു പ്രോപ്പർ ഇൻഫർമേഷനാണ്, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യേണ്ട ഒരു വീഡിയോ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ വീഡിയോ ചെയ്തിരിക്കും. ഓക്കെ, പിന്നെ എന്നെ വിശ്വസിച്ച് ഇത്രയും നാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി. പിന്നെ അതുമല്ല, പോർച്ചുഗലിൽ വന്നപ്പം എൻ്റെ വീഡിയോ കണ്ടോയെന്നറിയില്ല, എൻ്റെ വൈഫിൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു. അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ ഫോൺ നഷ്ടപ്പെട്ട എൻ്റെ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ എത്രയോ പേരാണ് നമുക്ക് കിട്ടുമെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചത്. എന്നിട്ട് ആ ഫോൺ കിട്ടുകയും ചെയ്തു. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞു. പോർച്ചുഗൽ നമുക്ക് ലാംഗ്വേജും അറിയില്ല, ഒന്നും അറിയില്ല, എന്നിട്ട് പോലും ആ ഫോൺ തിരിച്ച് കിട്ടിയത് ഭയങ്കര ഒരു ഇതായിട്ട് കാണുന്നു. പിന്നെ ഇതുപോലെ എനിക്ക് ഇനി ഒത്തിരി രാജ്യങ്ങൾ പോട്ടെ എന്ന് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകും. അതുപോലെ നിങ്ങൾക്കും ഈ രാജ്യങ്ങളിലേക്കും പോവാം. ഇത് നിങ്ങൾ വിചാരിക്കണ പോലെ വലിയ പാടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇത് സിമ്പിളാണ്. കുറച്ച് ഒന്ന് പോണതിന് മുമ്പ് ചെറിയ ഈ പോയവരോട് ഒരു അഭിപ്രായം ചോദിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് സുഖമായിട്ട് പോകാട്ടോ. കാര്യം നമ്മൾ സ്വന്തമായിട്ടാണ് ഈ ട്രിപ്പിന് വന്നേക്കണം. ജസ്റ്റ് ഷെങ്കൻ വിസ അവരെടുത്ത് തന്നു എന്നല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും
ഗോപിയും എൻ്റെ വൈഫുമാണ് ചെയ്തേക്കണം. അപ്പോൾ ഗോപി ഫുള്ളും സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്കുണ്ടല്ലോ പിന്നെ കൂളായിട്ട് വരാം. കാര്യം അത്രയും മണ്ടത്തരങ്ങൾ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡേ പാസ് എടുക്കുന്നത് എങ്ങനെയാണ്, പിന്നെ ഇപ്പോൾ ഈ സ്പെയിൻ റിയൽ മാഡ്രിഡ് സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ വരുമ്പോൾ ഇവിടെ എങ്ങനെ ടിക്കറ്റ് എടുക്കാം, ഇതെല്ലാം നമുക്കൊരു ആപ്പ് ത്രൂ ആയിട്ട് എടുക്കുവാണെങ്കിൽ ചെറിയ റേറ്റിന് എടുക്കാൻ പറ്റും. അതിനെപ്പറ്റി എല്ലാം ഇൻഫർമേഷനും നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോർച്ചുഗലും സ്പെയിനും പോകാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ഈ എപ്പിസോഡ് കാണും. അതുപോലെ നമ്മുടെ ഇത് 17ാമത്തെ രാജ്യമാണ്. അപ്പോൾ പല രാജ്യങ്ങളുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. റീസെൻ്റ്ലി മലേഷ്യ ഇട്ടിട്ടുണ്ട്, ദുബായ് ഇട്ടിട്ടുണ്ട്, അൽബേനിയ ഇട്ടിട്ടുണ്ട്, മൊറോക്കോ ഇട്ടിട്ടുണ്ട്, തുർക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണണോട്ടോ നിങ്ങൾ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇതൊരു ചേട്ടൻ പറഞ്ഞു തന്നിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ അതുപോലെ ബ്രോ എനിക്കും ബ്രോനോട് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് എനിക്കിപ്പോൾ 2-3 പേര് എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ കുറച്ച് വ്യൂസ് കൂടുതൽ കയറിയുണ്ട്. 2-3 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ബ്രോ ഇത് എനിക്ക് നടന്ന സംഭവമാണ്, ബ്രോന് വേണമെങ്കിൽ പറയണമെങ്കിൽ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രോയുടെ രീതിയിൽ പറയാം. അങ്ങനെ അതുപോലെ നിങ്ങൾക്ക് യു കെയിൽ വന്നിട്ട് എന്തെങ്കിലും മോശം കാര്യങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ സംഭവിച്ചു, അത് മറ്റുള്ളവരെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് പറയാം. ഞാൻ ത്രൂ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ത്രൂ പറയാം. അതല്ല നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലം പറഞ്ഞാൽ മതി. ഓൾ ഓവർ യു കെ നമ്മളെപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോ എടുത്തപ്പോൾ നമ്മുടെ അന്നാറോസ് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം പുള്ളിക്കാരത്തി ഇവിടെ YPS വന്ന് അക്കൗണ്ടൻ്റ് ആയിട്ട് സ്പോൺസർഷിപ്പ് കിട്ടിയ. അപ്പോൾ അവളുടെ വീഡിയോ ഞാൻ എടുത്തപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, അബീസ് ബ്രോ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒരു കാര്യങ്ങൾ പഠിക്കുവാണെങ്കിൽ അത് മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിലും നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് മറ്റുള്ളവരോട് പറഞ്ഞാൽ ചിലപ്പം നടക്കും. കാര്യം അവൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടുന്ന കാര്യം ഈ അക്കൗണ്ടൻറ്റ് റിലേറ്റഡ് ആയിട്ട് ജോബ് വേണമെന്ന് അവൾ സ്റ്റേജ് ആങ്കറിങ് ചെയ്യാൻ പോകാറുണ്ട്. അപ്പോൾ അവളോട് ഇങ്ങനെ അവളിങ്ങനെ പോണോടത്ത് പറയാറുണ്ട്. അങ്ങനെ അവൾക്ക് അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ പല എൻ്റെ ഫ്രണ്ട്സിനോടും പറയാറുണ്ട്, എടാ എനിക്ക് ഇതുപോലെ ഒരു ക്രൂയിസ് ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അത് നമ്മൾ പറഞ്ഞ് ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ആളുകളോട് പറഞ്ഞാലാണ് നടക്കുകയുള്ളൂ. ഓക്കെ, നല്ല കമൻറ്റുകൾ കിട്ടുമ്പം എനിക്ക് നല്ല എനർജിയും കിട്ടാറുണ്ട്. ഇപ്പം ആ ഒരു കുറച്ച് നല്ല കമൻറ്റ് കിട്ടേണ്ട ഈ എനർജിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. അപ്പോൾ മനസ്സിലായെന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ചാനലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇറ്റ്സ് എ റിക്വസ്റ്റ് ഫ്രം മൈ ഹാർട്ട്. അപ്പോൾ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം സ്പെയിൻ, റിയൽ മാഡ്രിഡ് സ്റ്റേഡിയം. ബൈ മച്ചാനെ.